ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദിസ് ലവ് ഡസൻറ്റ് ഹാവ് ലോങ് ബീൻസ് എന്ന സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓബാണെങ്കിൽ വാനിൻ്റെ അടുത്ത് നിൻ്റെ മെത്താസാണോ അയച്ചത്, നീ മെത്താസിൻ്റെ ആളാണോ എന്ന് ചോദിക്കുകയാണ്. അസം പെട്ടെന്ന് അത് കിട്ടുമ്പോൾ ഷോക്കാവുന്നുണ്ട്. പക്ഷെ ആ ഉടനെ തന്നെ മാറി നിന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ഞാനെങ്ങനെ അയാളുടെ ആളാവനെ, എൻ്റെ ഈ മുഖവും ലുക്കും വെച്ചിട്ട് അയാൾ എന്നെ എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് എന്നെ ആദ്യം തൊട്ടേ ഇഷ്ടമല്ലെന്നാണ് തോന്നുന്നത്, അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ ഒഴിവാക്കിയിടാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഓബാണെങ്കിൽ അതുകൊണ്ടൊന്നുമല്ല, നീ എന്നെ ഫോളോ ചെയ്യുമ്പോൾ തൊട്ടേ നിൻ്റെ അടുത്തൊരു കള്ളത്തരം ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുകയാണ്. ആ സമയം അവനാണെങ്കിൽ എന്നെക്കുറിച്ച് എന്തിനാ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, തനിക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കറക്റ്റ് ഓബിന് ഒരു മെസ്സേജ് വരാണ്. അതാരാണ് അയച്ചെന്ന് അറിയത്തില്ല. ആ മെസ്സേജിലുണ്ടായിരുന്നത് മെത്താസ് അയച്ച ആളെ കണ്ടുപിടിച്ചു വന്നായിരുന്നു. അത് കണ്ടോടനെ ഇവനാണെങ്കിൽ ഞാൻ നിന്നെ ഇപ്പം വെറുതെ വിടുക, ഇനി കൈ കിട്ടിക്കഴിഞ്ഞാൽ ശരിയാക്കി കളയുന്ന ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയം വാൻ അവിടെ കിടന്ന് എൻ്റെ ഫുഡ് കഴിക്കുമ്പോൾ നീ മനസ്സിലാക്കോടെ എൻ്റെ വിലയെന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഓബ് ഇവരുടെ എല്ലാവരുടെയും ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. അതിന് എല്ലാവരുടെ ഫുഡും അവന് ഇഷ്ടപ്പെടുന്നുണ്ട്. ലാസ്റ്റ് കഴിച്ചത് നമ്മുടെ വാനിൻ്റെ ഫുഡായിരുന്നു. കഴിച്ചോണ്ടേ തന്നെ അവൻ തിരിച്ച് തുപ്പിയിട്ട് ഇതിനേക്കാളും തറയെ കിടക്കുന്ന ആഹാരം കഴിക്കുന്നത് നല്ലത്, നീ എന്നെ നേരത്തെ വെല്ലുവിളിച്ചായിരുന്നല്ലോ, ഇതെന്തോ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തിൽ നടന്നു പോവാണ്. ആ സമയം നമ്മുടെ ഓബിൻ്റെ അസിസ്റ്റൻ്റ് ഷെഫായിട്ടുള്ള ആ ഒരു പയ്യനും ഈ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടാനായിട്ട് കൂടെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ക്ലുവൻ, അതാണ് അവൻ്റെ പേര്. അപ്പോൾ ക്ലുവറാണെങ്കിൽ നമ്മുടെ വാനിൻ്റെ അടുത്ത് നീ വിഷമിക്കണ്ട, ഓബ് അങ്ങനെയാണ്, മൈൻഡ് ആക്കണ്ട, കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ആൾ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ വാനാണെങ്കിൽ ഇവൻ പറയുന്നത് മൈൻഡ് ആക്കുന്നില്ല. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ നെക്സ്റ്റ് റൗണ്ടിൻ്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ചെന്നിരിക്കാനായിട്ട് പോവാണ്. ഈ സമയം ഫസ്റ്റ് റൗണ്ടിൻ്റെ സ്കോറെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും 7, 8, 5 കിട്ടിയപ്പോൾ നമ്മുടെ വാൻ വെറും 2 പോയിൻറ്റേ കൊടുത്തിട്ടുള്ളൂ. അതും അവനാണ് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് അവനാണെങ്കിൽ എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞപ്പോൾ പിന്നെയും ക്ലൂവറാൻ്റെ അടുത്ത് പോയിട്ട് നീ ടെൻഷൻ ആവാതിരിക്കുക, ഇനി ഒരൊറ്റ റൗണ്ടും കൂടെ ബാക്കിയില്ലേ, ഈ റൗണ്ടിൻ്റെയും ആ റൗണ്ടിൻ്റെയും സ്കോർ ഒരുമിച്ചല്ലേ ജോയിൻ ചെയ്യുന്നത്, നിനക്ക് ടോപ്പ് സ്കോർ കിട്ടിയാൽ അടിപൊളിയായിരിക്കത്തില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞപ്പോൾ ക്ലൂവറാണെങ്കിൽ ടെൻഷൻ അടിക്കാതിരിക്കുക, എൻ്റെ പേര് ക്ലൂവർ, അതിൻ്റെ പേര് എന്താണെന്ന് വെച്ചിട്ട് പരിചയപ്പെട്ട് അവൻ്റെ പുറകെ നടക്കുകയാണ്. അതിനെ ഷെയറിലേക്ക് ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഓബ് വന്നിട്ട് സെക്കൻഡ് റൗണ്ടും നിങ്ങളുടെ ഫൈനൽ റൗണ്ടും എന്താണെന്ന് ഞാൻ പറയാൻ പോവാണ്. അതിൽ നിങ്ങൾ കുക്കിംഗ് അല്ല ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലേവറും സംഭവങ്ങളെല്ലാം പറയാനാണ് പോകുന്നത്. കാരണം ഒരു ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഫുഡ് ഉണ്ടാക്കണ മാത്രമല്ല, ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഫ്ലേവേഴ്സ് അതെന്തുമാത്രം ഉണ്ട്, അതായത് ഒരു ഫ്ലേവർ ഇപ്പോൾ എരിവാണെങ്കിൽ, സ്പൈസ് ആണെങ്കിൽ അതെന്തുമാത്രം എത്ര അളവിലാണ് കൊടുത്തിരിക്കുന്നത്, കൂടുതലാണോ കുറവാണോ നോർമൽ ലെവലാണോ, അതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൊണ്ടുപോയിരുത്താണ്. അങ്ങനെ എല്ലാവർക്കും 3 ഡിഷ് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഈ ബേസിൽ സ്റ്റിർ ഫ്രൈ എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിന് പല പല രീതിയിലുള്ള ഡിഷുകളുണ്ട്. അങ്ങനെ അതിൻ്റെ ഓരോരോ ഡിഷുകളാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ ഷെഫാണെങ്കിൽ ഇവരെടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് 3 കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഫ്ലേവർ സംഭവം എങ്ങനെ എല്ലാം കറക്റ്റായിട്ട് പറയണം, കൂടെ ഇത് ഏത് റെസ്റ്റോറൻറ്റിലെ ഫുഡും കൂടെയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം, അത് നിങ്ങൾ പറയണമെന്ന് പറയുന്നുണ്ട്. ആ സമയം എല്ലാവരും കൂടെ ഷെഫ് അത് ഭയങ്കര പാടാണെന്ന് പറയാണ്. ഈ സമയം നമ്മുടെ വാനാണെങ്കിൽ കുറച്ചൊരു ടെൻഷനൊക്കെ ഇല്ലാതിരിക്കുന്നുണ്ട്. കാരണം അവൻ സകല കടയിലും കയറിയിട്ട് എല്ലാ കടയിലും ബേസിൽ സ്റ്റിർ ഫ്രൈ കഴിച്ചോടെ നടക്കുവാണല്ലോ, അതുകൊണ്ട് തന്നെ അവനിതെല്ലാം നന്നായിട്ട് അറിയാം. അങ്ങനെ മത്സരം ആരംഭിക്കുകയാണ്. എല്ലാവരും കഴിച്ചു നോക്കുന്നുണ്ട്. നമ്മുടെ വാനിന് 3 ഡിഷും കഴിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏത് റെസ്റ്റോറൻറ്റിലാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഈ എല്ലാ പ്രാവശ്യം കഴിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ. അങ്ങനെ അവൻ ഫസ്റ്റ് ആൻസർ പറയാണ്. എല്ലാത്തിൻ്റെ ആൻസർ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അന്തം വിട്ടിരിക്കുന്നുണ്ട്. ഓബും ഇവൻ കറക്റ്റ് ആൻസർ പറഞ്ഞില്ല ഷോക്കാവുന്നുണ്ട്. കാരണം 3 ഡിഷും ഏത് റെസ്റ്റോറൻറ്റിലാണെന്ന് അവൻ പറയുന്നുണ്ട്. 3 റെസ്റ്റോറൻറ്റിലാണ്, അതൊക്കെ അവൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടിട്ട് ഓബ് ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് എല്ലാം കറക്റ്റാണ്, നിനക്ക് 10 out of 10 ഫുൾ പോയിൻ്റ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ നമ്മുടെ ഓബിൻ്റെ മുന്നിൽ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് കണ്ട ഇപ്പോഴൊക്കെ ടോപ്പ് വന്നത് കണ്ടാ, നിങ്ങൾ പറഞ്ഞ പോലെ അത്ര എളുപ്പത്തിലൊന്നും എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കി ഇടാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അതിനുശേഷം ഇവരെല്ലാവരും ഇവരുടെ സ്കോർ ചെക്ക് ചെയ്യാണ്. നമ്മുടെ വാനിന് 3 സ്ഥാനങ്ങളിൽ ഒരിടത്തും എത്താൻ പറ്റില്ല. അവൻ 4ാം സ്ഥാനത്താണ് കിടക്കുന്നത്. അവൻ അങ്ങനെ വിഷമിച്ചുകൊണ്ട് ഒന്നുകൂടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ 3ാമതെങ്കിലും എത്തിയാനെ. ഇതിപ്പോൾ ഞാൻ ഫൈനലിസ്റ്റ് ആവത്തില്ലല്ലോ, പൊളിങ്ങല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഷെഫ് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ആരൊക്കെയാണ് ഫൈനലിസ്റ്റ് എന്ന് മനസ്സിലായി കാണുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പുതുതായിട്ട് 2 പയ്യന്മാരും പിന്നെ നമ്മുടെ ഷെഫിൻ്റെ, അതായത് ഓബിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള പയ്യനുമാണ് ഫൈനലിസ്റ്റ് വന്നിരിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് ഓബാണെങ്കിൽ മറ്റൊരു കാര്യം എനിക്ക് തുറന്നു പറയാനുണ്ട്. ഈ ഫൈനലിസ്റ്റ് വന്നതിൽ ഒരാൾ, അയാളാണെങ്കിൽ നമ്മുടെ മെത്താസിൻ്റെ ആളാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇത് കേട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വാനിന്
ഒരു ടെൻഷനാവുന്നുണ്ട്. അവൻ ഫൈനലിസ്റ്റ് ആളല്ല, എന്നാലും അവനാറ്റ കുടുങ്ങിയോ എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട് അവന്. ആ സമയം ഓബാണെങ്കിൽ ആള് മര്യാദയ്ക്ക് സ്വയം തുറന്നു പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ അയാളെ വെളിച്ചത്തിൽ കൊണ്ടുവരും, മര്യാദയ്ക്ക് തുറന്നു പറയാൻ പറഞ്ഞിട്ട് വാനിനെ നോക്കുകയാണ്. ആ സമയം വാൻ എന്നെ എന്തിനാണ് നോക്കുന്നത്, മെത്താസിൻ്റെ ആളല്ലേ, ഞാൻ തന്നോട് നേരത്തെ പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഉടനെ ഓബാണെങ്കിൽ അതിന് നീയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പയ്യനെ നോക്കുകയാണ്, ഫൈനലിസ്റ്റ് വന്ന അവനെ നോക്കിയിട്ട് സത്യം തുറന്നു പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അവൻ ഞാൻ മെത്താസിൻ്റെ ആളല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇവനാണെങ്കിൽ ഇവൻ്റെ ഫോണിൽ വന്നൊരു മെസ്സേജ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഓബ് നേരെ ആ പയ്യൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് നീ അവൻ്റെ ആളാണെന്നറിയാം, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോക്ക്, ഇല്ലെങ്കിൽ ഞാൻ നിന്നോട് വഴിച്ചഴച്ച് പുറത്താക്കുമെന്ന് പറയാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ അവസാനം 2 ഫൈനലിസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടൈമിൽ ഉടനെ തന്നെ വാനാണെങ്കിൽ അപ്പോൾ 4ാം സ്ഥാനത്ത് കിടക്കുന്ന ആൾ ഇപ്പോൾ 3ാമതെത്തിയില്ലേ, അപ്പോൾ അയാൾ ഫൈനലിസ്റ്റ് ആയില്ലേ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വാനാണെങ്കിൽ 4ാം സ്ഥാനത്താണല്ലോ. ആ സമയം തന്നെ ഓപ്പ് പക്ഷേ 4ാം സ്ഥാനത്ത് നീ മാത്രമല്ലല്ലോ, വേറൊരു പയ്യനോടുണ്ടല്ലോ എന്ന് പറയാണ്. ആ പയ്യൻ്റെ പേര് സിബാണ്. ഇവർക്ക് സെയിം പോയിൻ്റാണ്. ആ സമയം നമ്മുടെ ഓബ് തന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു മത്സരം വയ്ക്കാം, ആരാണ് ജയിക്കുന്നത് അയാൾ ഫൈനൽ 3ൽ ഉള്ള ഒരാളായി മാറട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഉടനെ വാനാണെങ്കിൽ എന്താ അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഇവരെ സഹായിക്കാനായിട്ട് ഉടനെ തന്നെ നമ്മുടെ ഓബിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പയ്യൻ ക്ലൂവർ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി പറയുന്നുണ്ട്, ഷെഫ് നിങ്ങൾ റൂൾസിലാണെങ്കിൽ 3 പേരെ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ആദ്യത്തെ 3 റാങ്കിൽ വരുന്ന ആൾക്കാരെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ, 3ാമത്തെ റാങ്കിൽ ഇപ്പോൾ വാനും സിബും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് 2 പേരെയും അങ്ങ് എടുക്കാമല്ലോ, അപ്പോൾ നമ്മൾ 4 പേര് ഫൈനലിസ്റ്റ് വന്നാലും കുഴപ്പമില്ലല്ലോ, കാരണം 3 പേരെ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, റാങ്കിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാണ്. ആ സമയം വാൻ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ശരിയാ ഷെഫ്, ഞങ്ങളെ ഒഴിവാക്കാൻ പാടില്ല, കാരണം റൂൾസിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, സോ നിങ്ങൾ ഞങ്ങൾ എടുക്കണമെന്ന് പറയാണ്. ആ സമയം സിബും അതേ ഷെഫ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ, പ്ലീസ് ഒഴിവാക്കി വിട്ടേക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓബ് അവരെ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് മറുപടി പറയാതെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് വാനാണെങ്കിൽ തുള്ളി ചാടിക്കൊണ്ട് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, ഓബ് ഇവരെ സെലക്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഇവനും ഇപ്പോൾ ഒരു ഫൈനലിസ്റ്റ് കണ്ടസ്റ്റൻ്റായിട്ട് വന്നിക്കാണ്. ഇവൻ്റെ പ്ലാൻ പോലെ തന്നെ എല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ അവൻ തുള്ളിച്ചാടി ഇറങ്ങുന്ന സമയത്ത് കറക്റ്റ് ഓബ് ഇവൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഒരു സിഗരറ്റൊക്കെ വലിച്ച ശേഷം അവനെ നോക്കിക്കൊണ്ട് നിന്നെപ്പോലൊരു ഫാൻ, അതും നിന്നെപ്പോലൊരുത്തൻ, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിർത്തിയിട്ട് പോക്കോ, നിന്നെക്കൊണ്ട് ജയിക്കാനേ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനവിടെ നടന്നു പോവാണ്. അവൻ പോയി കഴിഞ്ഞത് ഉടനെ വാനാണെങ്കിൽ പിന്നെ ഫാൻ പോലെ ഞാൻ നിൻ്റെ ഫാനെന്നല്ല, ഒന്ന് ഇറങ്ങിപ്പോടാ, ഏതെങ്കിലും ഷെഫിന് നിൻ്റെ അത്ര അഹങ്കാരം കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങ് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി ജെയും വാനും കൂടെ ആയിട്ട് ഇരുന്ന് ഡ്രിങ്ക് ചെയ്യുന്നതാണ്. ആ സമയം ജെ നീ ഇങ്ങനെയൊന്ന് ഡ്രിങ്ക് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ ഞാൻ എപ്പോഴും ഡ്രിങ്ക് ചെയ്യുന്നില്ലല്ലോ, പിന്നെ മാസങ്ങളായിട്ട് ഞാൻ ഓരോരോ ഓഡീഷന് പോവുകയല്ലേ, കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോൾ ഒരു ഓഡീഷനിൽ ഫൈനലിസ്റ്റ് ആയില്ലേ, ഞാൻ എങ്ങനെ ആഘോഷിക്കാതിരിക്കും, ഇനി വേണം അടിച്ചു പൊളിക്കാനെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അതായത് വാനിൻ്റെ അടുത്ത് ജെ ആണെങ്കിൽ ഡ്രിങ്ക് ചെയ്യാതെ പോയി കിടന്ന് ഉറങ്ങ്, നേരത്തെ എഴുന്നേറ്റിട്ട് നാളെ നമുക്ക് മെത്താസിനെ കാണാനുള്ളതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഉടനെ അതെ മെത്താസിനെ കാണാനുള്ളതാണ്, മെത്താസിനെ കണ്ടിട്ട് ഞാൻ ഫൈനലിസ്റ്റായി, ഇനി മെത്താസിൻ്റെ ആളായിട്ട് എന്നെ എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് മെത്താസിൻ്റെ കയ്യിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ 1 മില്യൺ രൂപ പിടിച്ചു വാങ്ങുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജെയുണ്ട് 1 മില്യണോ എന്തുവാടാ ഇത് കുറഞ്ഞ് ഒരു 1.5 മില്യണെങ്കിലും വാങ്ങാനായിട്ട് പറയാണ്. അപ്പോൾ ജെയുടെ വായിന്ന് ഇങ്ങനെ വന്നു കിട്ടിയിട്ട് ഉടനെ തന്നെ ഷോക്കായിട്ട് വാനാണെങ്കിൽ ജെനെ നോക്കിയ ശേഷം നീ എന്നെക്കാളും ഭീകരനാണല്ലോ, നീയല്ലേ എന്നോട് പറഞ്ഞു ഇതൊന്നും എത്തിക്സ് ഇല്ലാത്ത കാര്യമാണെന്ന്, പിന്നെ ഇപ്പം എന്താ നീ ഇത്രയും വില കൂട്ടി പറയുന്നത്, നീ ഇപ്പോൾ 1.5 മില്യൺ അതായത് 15 ലക്ഷത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം തന്നെ ജെ ആണെങ്കിൽ എനിക്ക് അത്യാഗ്രഹവും ആഗ്രഹവും കൂടിയിട്ടൊന്നുമല്ല, ഞാൻ നിന്നടുത്ത് ആദ്യമേ പറഞ്ഞത് ഇതിന് പോകണ്ടാന്ന്, പക്ഷെ നീ ഞാൻ പറഞ്ഞ കേട്ടില്ല, എന്തായാലും ഇതുവരെ എത്തിയില്ല, അപ്പോൾ പിന്നെ മെത്താസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അത്രയും പൈസ നീ വാങ്ങണമെന്ന് പറയാണ്. എന്നിട്ട് മെത്താസിനെ അവൻ ആരാന്ന് കാണിച്ചു കൊടുക്കണം, കാരണം മെത്താസിൻ്റെ ഒരു ഇതുണ്ട്, അവനാണ് വലിയവനെന്ന്, അവന് കുറേ പൈസയുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ഭയങ്കര താഴ്ത്തിയാണ് അവൻ കാണുന്നത്, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത് അവന് കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഉണ്ടേ വാനാണെങ്കിൽ അതിനവൻ അത്രയും പൈസ തരുമെന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ജെ അവന് ഫോൺ എടുത്തൊരു സാധനം കാണിച്ചു കൊടുക്കുകയാണ്. അതായത് മെത്താസ് ഓബിൻ്റെ ആ ഒരു റെസ്റ്റോറൻറ്റ് വാങ്ങാനായിട്ട് കുറേ കിടന്ന് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാണിച്ചു കൊടുത്തിട്ട് അവൻ ഇപ്പോഴും സ്ഥലം വാങ്ങാനുള്ള ശ്രമത്തില്ല, നീ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവൻ നിന്നെ എടുത്തിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം ഇവർ 2 പേരും കൂടിയിട്ട് മെത്താസിനെ കാണാനായിട്ട് പോകുന്നതാണ്. ആ സമയം വാനാണെങ്കിൽ ഒരു പേപ്പറിൽ 15 ലക്ഷം രൂപ തരണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ എഴുതി കൊടുത്തിരിക്കുകയാണ്. ആ സമയം ഉടനെ തന്നെ ആ പേപ്പർ കണ്ടിട്ട് അത് മെത്താസ് വലിച്ചെറിഞ്ഞിട്ട് 15 ലക്ഷം അതൊക്കെ
അതൊക്കെ കൂടുതലാണ്, അതൊന്നും തരാൻ പറ്റത്തില്ല, ഒരു 5 ലക്ഷം വേണമെങ്കിൽ തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഉടനെയാണെങ്കിൽ വാൻ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞിരുന്നത് ഡീലിൽ വരുന്ന ആൾക്ക് 10 ലക്ഷം കൊടുക്കുമെന്നല്ലേ, ഇപ്പം അതിനേക്കാളും കുറച്ച് 5 ലക്ഷമാണല്ലോ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ മെത്താസ് അതൊക്കെ എൻ്റെ ഇഷ്ടം, ഇതെൻ്റെ ഡീലാണ്, ഞാൻ പറയുന്നതനുസരിച്ച് ഡീല് മാറിക്കൊണ്ടിരിക്കുമെന്ന് പറയാണ്. ആ സമയം വാനാണെങ്കിൽ ഇനിയും വില കുറച്ചാലോ എന്ന് കരുതിയിട്ട് ഇതെടുക്കട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വാനാണെങ്കിൽ ആലോചിച്ചതിന് ശേഷം 6 ലക്ഷം തരാമെന്ന് നോക്കിയാണ്. അപ്പോൾ തന്നെ മെത്താസ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഡീലാവുകയാണ്. പെട്ടെന്ന് ജെ എൻ്റെ ഇടയിൽ കയറിയിട്ട് വാൻ നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്, വെറും 6 ലക്ഷം രൂപ ഇവൻ നിന്നെ പറ്റിക്കാൻ നോക്കുക, നിനക്ക് അത്രയും വെറും പൈസ തന്നത് നിന്നെ ഒഴിവാക്കാൻ നോക്കുക, എൻ്റെ ഫ്രണ്ടിന് 6 ലക്ഷം രൂപ കൊടുത്തിട്ട് അവനെ അങ്ങനെ കയറ്റാൻ നീ ഇപ്പോൾ വിചാരിക്കേണ്ട, മര്യാദയ്ക്ക് 15 ലക്ഷം പറഞ്ഞ പോലെ തന്നേക്ക്, എന്നാലേ എൻ്റെ ഫ്രണ്ട് നിനക്ക് വേണ്ടി വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറയണം. ആ സമയം മെത്താസ് പിന്നെ 10 ലക്ഷം തരാത്ത ഞാനിപ്പോൾ നിനക്കൊക്കെ 15 ലക്ഷം തരാൻ പോലെ നടക്കുന്ന വല്ല കാര്യം നോക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഉടനെ ജെ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഓഹോ അപ്പോൾ അങ്ങനെയാണല്ലേ, എങ്കിൽ പിന്നെ ഞാൻ വീണ്ടും ഡീല് മാറ്റുക, 20 ലക്ഷം തരാതെ എൻ്റെ ഫ്രണ്ടിനെ നിനക്ക് കിട്ടത്തില്ല, നീ അയച്ച കുറേ ആൾക്കാരുണ്ടല്ലോ അവരെ എല്ലാവരെയും ഓവ് കണ്ടുപിടിച്ചിട്ട് അവൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്താക്കിയില്ലേ, അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഫൈനലിസ്റ്റ് വരെ ആയില്ലേ, ഇവനെ കണ്ടു കഴിഞ്ഞാൽ പറ്റത്തില്ല എന്ന് തോന്നിയെങ്കിൽ ഇവ ഫൈനലിസ്റ്റായി, അവൻ ജയിക്കാനൊരു ചാൻസ് വരെയുണ്ട്, നീ ഇവനെ എടുത്തു കഴിഞ്ഞ് നിൻ്റെ ആളാക്കി കഴിഞ്ഞാൽ എല്ലാം സെറ്റാവത്തില്ലേ, ചോദിക്കുന്ന ഒരു 20 ലക്ഷമൊക്കെ തന്നേക്ക്, ഇനി ബാക്കി നിനക്ക് ആളായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ബാക്കി 2 പേരായിട്ടുള്ള ഫൈനലിസ്റ്റുകാർ മാത്രമേ ഉള്ളൂ, അവരുടെ അടുത്ത് ചെന്ന് നീ പൈസ കൊടുക്കാമെന്നും പറഞ്ഞ് ചോദിച്ചിട്ട് അവർ സമ്മതിച്ചില്ലെങ്കിൽ നിനക്ക് പിന്നെ ആരും കാണത്തില്ല, അതുകൊണ്ട് ആ 20 ലക്ഷം തന്നിട്ട് ഇവനെ അങ്ങ് സെലക്ട് ചെയ്തെടുത്തേക്ക്, ഇനിയിപ്പോൾ അതിന് നിനക്ക് താല്പര്യമില്ലെങ്കിൽ നിൻ്റെ ശത്രുക്കളായിട്ടുള്ള കമ്പനിക്കാരായ 2B ഡെവലപ്മെൻറ്റ്സ് അവരുടെ അടുത്തേക്ക് ഞാൻ പോവും, അവരും ഓബിൻ്റെ സ്ഥലം വാങ്ങാനായിട്ട് നിൽക്കുകയല്ലേ, അവരുടെ അടുത്ത് ചെന്നിട്ട് 20 ലക്ഷം രൂപ എന്നിട്ട് ഇവനെ എടുക്കാൻ പറഞ്ഞാൽ അവർ ഈസിയായിട്ട് ഇവനെ സെലക്ട് ചെയ്യും, അങ്ങനെ നീ തോക്കുകയും ചെയ്യും, നീ തന്നെ ആലോചിക്കാനായിട്ട് പറയാണ്. അങ്ങനെ മെത്താസ് ആലോചിച്ചിട്ട് അതെ വാനിനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ആ ഡീലിന് സമ്മതിക്കുന്നുണ്ട്, 20 ലക്ഷം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ വാനിന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ ജെ ആണെങ്കിൽ ഓക്കെ അപ്പോൾ നീയാണെങ്കിൽ ഫസ്റ്റ് ഇപ്പം തന്നെ ഒരു 30%, 20 ലക്ഷത്തിൻ്റെ 30% ഇവന് കൊടുക്കണം, ഫസ്റ്റ് റൗണ്ട് ഫൈനലിലെ ഫസ്റ്റ് റൗണ്ടിൽ ഇവൻ ജയിച്ച് കഴിയുമ്പോൾ വീണ്ടും 30%, അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് റൗണ്ടിൽ ഇവൻ ജയിച്ച് കഴിയുമ്പോൾ ബാക്കി 40% കൂടെ കൊടുത്ത് പൈസ തീർക്കാനായിട്ട് പറയാണ്. ആ സമയം ഉടനെ മെത്താസാണെങ്കിൽ അതിന് ഇവൻ ജയിക്കുമെന്ന് എന്താ ഉറപ്പെന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ജയിച്ചേ ബിസിനസ് എന്ന് പറഞ്ഞാൽ റിസ്ക് അല്ലേ, നീ ഒരു ബിസിനസ് മാനല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് നിനക്കറിയത്തില്ലേ, അപ്പം നീ റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അപ്പം മെത്താസ് ആലോചിച്ചിട്ട് ഓക്കെ ഞാൻ ഈ ഡീലിന് സമ്മതിക്കാം, എന്നാൽ അഥവാ ഇവൻ തോക്കുവാണെങ്കിൽ ഇവൻ എൻ്റെ നിന്ന് വാങ്ങിച്ചോ ഒരു പൈസ പോലും വിടാതെ എനിക്കെല്ലാം മൊത്തത്തിൽ തിരിച്ചു തരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജെ അത് സമ്മതിച്ചിട്ട് അവിടെ ഡീൽ വെക്കുകയാണ്. എന്നിട്ട് മെത്താസ് അങ്ങോട്ടേക്ക് പൈസയുടെ ആ ഒരു ചെക്ക് എഴുതാനായിട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ വാനാണെങ്കിൽ ജെയുടെ അടുത്ത് ജെ നീ എന്ത് പണിയാണ് ഒപ്പിച്ചേ, ഞാൻ തോറ്റു കഴിഞ്ഞാൽ പൈസ മൊത്തം തിരിച്ചു കൊടുക്കണമെന്ന്, നീ എന്തിനാ ആ ഡീലിന് സമ്മതിച്ചേ, എൻ്റെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം മെത്താസാണെങ്കിൽ ഫസ്റ്റ് തന്നെ ആ ഒരു 20 ലക്ഷത്തിൻ്റെ 30% ആയിട്ടുള്ള 6 ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് എഴുതിക്കൊണ്ട് ഇവർക്ക് ഒന്ന് കൊടുക്കുകയാണ്. ആ സമയം ചേച്ചി ഇതിലൊന്നും എനിക്ക് വിശ്വാസമാവത്തില്ല, നിന്നെപ്പോലെ ഒരു ബിസിനസ് മാനെ ഞാൻ വിശ്വസിക്കാനും പോകുന്നില്ല, അതുകൊണ്ട് ഈ 6 ലക്ഷം രൂപ ചെക്കിൻ്റെ കോൺട്രാക്റ്റ് പിന്നീട് ഒന്ന് സെൻഡ് ചെയ്തിരിക്കാനായിട്ട് പറയാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് ജെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം മെത്താസിനെ നോക്കിയിട്ട് വാനാണെങ്കിൽ ഓക്കെ സാർക്ക് പിന്നെ വരാൻ ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു പോവാണ്. അങ്ങനെ ജെ ലിഫ്റ്റ് കയറാനായിട്ട് പോയതും ഉടനെ തന്നെ വാനാണെങ്കിൽ അവനൊന്ന് തടങ്ങിയിട്ട് ജെ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡീല് വെക്കാൻ തോന്നിയത്, ഞാനത് തോറ്റു കഴിഞ്ഞാൽ അവന് തിരിച്ചു കൊടുക്കേണ്ട ഈ പൈസ എങ്ങനെ ഞാൻ കൊടുക്കുമെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ഉടനെ ജെ ആണെങ്കിൽ എടാ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നീ എന്തിനെങ്കിലും നെഗറ്റീവ് ആലോചിക്കുന്നത്, നീ പോസിറ്റീവായിട്ട് ആലോചിക്കുക, നീ ഫസ്റ്റ് റൗണ്ട് പാസ്സായില്ലേ അപ്പം നിനക്ക് ലാസ്റ്റ് ജയിക്കാൻ പറ്റത്തില്ലേ, എങ്കിൽ പിന്നെ പൈസ മൊത്തം നിൻ്റെ കയ്യിൽ വരത്തില്ലേ, അങ്ങനെ ആലോചിക്ക്, ഇനി അഥവാ നീ തോക്കുവാണെങ്കിൽ അവന് തിരിച്ചു കൊടുക്കാനുള്ള പൈസയ്ക്ക് വേണമെങ്കിൽ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ നിനക്ക് കുറച്ച് പൈസ തന്നിട്ട് നീ അതവന് തിരിച്ചു കൊടുത്തോ, പക്ഷേ നീ തോക്കുവാണെങ്കിൽ നിന്നെ തീർത്ത് കളയും, പിന്നെ നമ്മൾ ഫ്രണ്ട്സേ അല്ല, അതുകൊണ്ട് പോസിറ്റീവായിട്ട് ആലോചിച്ചിട്ട് ജയിക്കാൻ നോക്കുമെന്ന് പറയാണ്. അങ്ങനെ വാനാണെങ്കിൽ ആലോചിച്ചതിന് ശേഷം ഓക്കെ ഞാൻ ഉറപ്പായിട്ടും ജയിച്ചിരിക്കും, എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഉടനെയാണെങ്കിൽ നമ്മുടെ ജെ ഇവനിങ്ങനെ പേടിച്ച് പറയുന്നുണ്ടിട്ട് നീ എപ്പോഴാണ് ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായെന്ന് വാനിനോട് ചോദിക്കുകയാണ്. ആ സമയം വാന് തോറ്റു കഴിഞ്ഞാൽ പൈസ മൊത്തം തിരിച്ചു കൊടുക്കണമെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടാണ് ഞാൻ പേടിത്തൊണ്ടനായത്, ലക്ഷക്കണക്കിന് രൂപയാടാ ഞാൻ എങ്ങനെ വിട്ടു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് നടന്നു പോവാണ്. ആ സമയം ജെ എൻ്റെ പൊന്നു നീ എപ്പോഴും ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പുറകെ പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രാത്രിയാണെങ്കിൽ ഓബ് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയം നുവങ് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്ന് ഞാൻ സമയത്തിന് ആ ഒരു മെത്താസിൻ്റെ ആളുടെ ഫോട്ടോ അയച്ചു തന്നുകൊണ്ട് അവനെ
ഫൈനലിസ്റ്റ് ആക്കാതെ ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റി. പക്ഷേ എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല. പിന്നെ ബാക്കി വന്ന ഫൈനലിസ്റ്റ് അതിലുള്ളവരും മെത്താസിൻ്റെ ആൾക്കാർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഉടനെ തന്നെ ഓബിത് കേട്ടിട്ട് അവർ ഇപ്പോൾ മെത്താസിൻ്റെ ആളാണെങ്കിലും അത് ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കും, അതിനുള്ള വഴികൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ആ സമയം ഉടനെ തന്നെ കാവോയിനെ പറ്റിയിട്ട് നുവങ് ചോദിക്കുകയാണ്, നീ കാവോയിൻ്റെ അടുത്ത് മാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ഓബ്, ഞാൻ ഡയറക്റ്റായിട്ട് പറഞ്ഞില്ല, ഞാൻ കാവോയുടെ അടുത്ത് മാസ്റ്ററിനെ ഒന്ന് കോൾ ചെയ്യാൻ മാത്രമേ പറഞ്ഞോളൂ എന്ന് പറയാണ്. നുവങ് ആ സമയം നീ കാവോ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് ചോദിച്ച സമയത്ത് ഇല്ല ഞാൻ ചോദിച്ചില്ല, അത് പിന്നെ ഞാൻ ചോദിക്കാൻ നിൽക്കുന്നില്ല, കാരണം മാസ്റ്റർ പറഞ്ഞില്ലേ കാവോയുടെ അടുത്ത് മാസ്റ്ററിൻ്റെ സർജറീനെ പറ്റിയൊന്നും പറയാൻ നിൽക്കണ്ടെന്ന്. അവരച്ഛനും മകളും അല്ലേ, അവർ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കട്ടെ, മാസ്റ്ററിൻ്റെ ഡിസിഷൻ ഞാൻ സമ്മതിച്ച് കൊടുക്കുകയാണ്, അതിനെ ഞാൻ എതിർക്കാൻ നിൽക്കുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു പാർട്ട് ഇവിടെ ഉണ്ടാക്കുകയാണ്. നെക്സ്റ്റ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. ഈ ഒരു പാർട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.